കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ കൈകാര്യം ചെയ്യാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരുക്കം 2 വീതം റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ രൂപീകരിച്ചിരിക്കുന്നു. കപ്പൽ മുങ്ങിയെടുത്തു നിന്നും 20 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് ആരും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശവുമുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, എന്തായാലും മലിനീകരണ നിയന്ത്രണ ബോർഡ് അവരുടേതായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവരുടെയും ഒരു അനുഭവത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ക്രൈസിസ് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഏജൻസികളുടെയൊക്കെ സഹായങ്ങൾ ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കാം. എങ്ങനെയാണ് ഈ ഒരു നടപടികൾ മുന്നോട്ട് പോകുന്നത്? ദിവേഷ്, കപ്പൽ പൂർണ്ണമായി മുങ്ങിയതാണ് ഒരു പ്രതിസന്ധി ആയിരിക്കുന്നത്. അതായത് കപ്പലിലെ ഇന്ധനമായ എണ്ണയും ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയും കടലിൽ പരക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. അതായത് എണ്ണപ്പാട എവിടെ വേണമെങ്കിലും എത്താം എന്ന സ്ഥിതിയാണ് എന്നത് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗം ചില വിലയിരുത്തലുകൾ ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഈ കേരള തീരത്താകെ തന്നെ ഈ എണ്ണ എത്താനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഒരു ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. ഏകദേശം കപ്പൽ പൂർണ്ണമായി മുങ്ങിയത് കൊണ്ട് 100 കണ്ടെയ്നറുകളെങ്കിലും ഈ കടലിൽ വീണു പോയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. അങ്ങനെയാകുമ്പോൾ ഇത് എവിടെ വേണമെങ്കിലും ഇത് അടുക്കാനുള്ള ഈ പ്രത്യേകിച്ചും ആലപ്പുഴയാണ് ഈ കഴിഞ്ഞ ദിവസം വീണ കണ്ടെയ്നർ അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങൾ എത്താൻ സാധ്യതയായി കണക്കാക്കുന്നത് കൂടുതലായും. ഒപ്പം തന്നെ എറണാകുളത്തും പിന്നെ തൃശ്ശൂർ, കൊല്ലത്തും തിരുവനന്തപുരത്തും തീരങ്ങളിലും എത്താനുള്ള ഒരു വിലയിരുത്തൽ നടത്തുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും. ഇതോടൊപ്പം തന്നെ ഈ കടലിൽ ഈ കപ്പലിൽ നിന്നുള്ള എണ്ണ കൂടി പരക്കുന്നത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് മത്സ്യബന്ധനം നടത്തരുതെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കൊപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതായത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. 2 ടീം വീതം ഈ തൃശ്ശൂർ മുതൽ വടക്കോട്ടും തെക്കോട്ടും 2 ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് പ്രധാനമായും ഈ കണ്ടെയ്നറുകൾ കരയിൽ സുരക്ഷിതമായി മാറ്റാൻ JCB ക്രെയിനുകൾ എന്നിവ വിനിയോഗിക്കുന്നതിന് വേണ്ടി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 2 റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കാൻ നിർദ്ദേശം ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ള 2 റാപ്പിഡ് റെസ്പോൺസ് ടീമും. ഈ 2 ടീമിനുമാണ് ഈ തീരത്തേക്ക് ഈ എണ്ണപ്പാടയും അതുപോലെ തന്നെ ഈ കണ്ടെയ്നറിൽ ഉൾപ്പെട്ട ഭാഗങ്ങളും എത്തിച്ചേർന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, പൊതുജനങ്ങൾ അതിൽ തൊടാനോ അതിൽ നിന്ന് അകലം പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള തീരുമാനവും സർക്കാർ തലത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. ശരി, എന്തായാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡ്, ദുരന്ത നിവാരണ അതോറിറ്റി, അങ്ങനെ വിവിധ ഏജൻസികൾ, സേനകളൊക്കെ വളരെ സംയുക്തമായി തന്നെയാണ് ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങുന്നത്. വളരെ വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ വിദഗ്ധരൊക്കെ നൽകുന്ന സൂചന. ഇപ്പോൾ നേരത്തെ കോസ്റ്റ് ഗാർഡൊക്കെ വ്യക്തമാക്കുന്നത് കൂടുതൽ അങ്ങനെ ഇന്ധനം കടലിലേക്ക് പടരുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് നമ്മളെ സംബന്ധിച്ച് അല്പം ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിലൊരു ഒരു ഭീകരമായ സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികളിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ കടക്കുന്നുവെന്നാണ്. വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയട്ടെ എന്നതാണ്. അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി പോകുമെന്നതാണ് ആശങ്ക.